അങ്കമാലി ശബരി റെയിൽവേ ചെലവ് പങ്കുവയ്ക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പുതിയ കത്ത് ചോദിച്ച് റെയിൽവേ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ പുതുക്കിയ എസ്റ്റിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം ദക്ഷിണ റെയിൽവേ കേരള ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് അയച്ചു. നിർമ്മാണ ചെലവ് പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ പുതിയ കത്തുകൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡിന് കൊടുക്കാം എന്നാണ് ദക്ഷിണ റെയിൽവേ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അങ്കമാലി ശബരി റെയിൽവേ പദ്ധതിയുടെ ചെലവ് പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ പുതിയ കത്ത് കൂടി ഉൾപ്പെടുത്തിയാവണം എസ്റ്റിമേറ്റ് റെയിൽവേ ബോർഡിനെ കൈമാറണമെന്നാണ് ദക്ഷിണ റെയിൽവേ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. 1997 പദ്ധതി അനുവദിച്ചപ്പോൾ സംസ്ഥാന വിഹിതം ഇല്ലായിരുന്നു. 1998 സർവേ നടത്തി കല്ലിട്ട് തിരിച്ച പദ്ധതിക്ക് 2005 സംസ്ഥാന സർക്കാർ സ്ഥലമെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 2008 കാലടി വരെ സ്ഥലം ഏറ്റെടുത്തു. 2012 7 കിലോമീറ്റർ റെയിൽപാതയും കാലടി സ്റ്റേഷനും 1 കിലോമീറ്റർ നീളമുള്ള പെരിയാർ പാലവും നിർമ്മിച്ചു. പദ്ധതിക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പ് സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചതിനാൽ ചെലവ് പങ്കുവെക്കണമെന്ന ധാരണയിൽ റെയിൽവേ പണം മുടക്കി. ഇതോടെ 2015 പകുതി ചെലവ് വഹിക്കാൻ കേരള സർക്കാർ ഉത്തരവിറക്കുകയും റെയിൽവേയുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. 2021 സംസ്ഥാന ബജറ്റിൽ 2000 കോടി രൂപ അങ്കമാലി ശബരി റെയിൽ പദ്ധതിക്ക് അനുവദിച്ചിരുന്നു. അങ്കമാലി ശബരി റെയിൽവേയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനുള്ള ചുമതല കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു. അതിനിടെ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തയ്യാറാക്കിയ 3400 കോടിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് റെയിൽവേക്ക് കൈമാറി. അതേസമയം വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനുള്ള സൗകര്യത്തോടെ റെയിൽപാത നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് വേണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ ബോർഡ് പുതുക്കിയ എസ്റ്റിമേറ്റ് റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് മടക്കി നൽകുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.